രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞ ആരാ? സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രിട്ടീഷുകാരൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കി ഭാരതത്തിനെതിരെ പോരാടാൻ അവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. ഭാരതത്തിൽ നിന്ന് സൈന്യത്തെ ഉണ്ടാക്കിയിട്ട് ആ സൈന്യത്തിൽ ചേർന്ന് ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുന്നവരെ വരെ തിരികെ പിടിച്ച് INA ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ ആത്മവീര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ നാഷണൽ ആർമി ശമ്പളമില്ല, ഒറ്റുകൊടുക്കാൻ വേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാൻ ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ സൈന്യത്തിൽ നിന്ന് പോലും കായിക ശേഷിയുള്ള യുവാക്കളെ തിരികെ കൊണ്ടുവന്ന് ഒരു ബൃഹത്തായ സൈന്യത്തെ രൂപകൽപ്പന ചെയ്ത് വീര സാവർക്കറുടെ 1857 മഹത്തായ വിപ്ലവം അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പുസ്തകം, ഓരോ പേജ് INA സമരഭടന്മാർ എല്ലാ ദിവസവും വായിക്കണം എന്ന് പറഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇങ്ങനെ വേണം ചരിത്രത്തെ നമ്മൾ പഠിക്കാൻ. ആ മനുഷ്യൻ സ്വതന്ത്ര ഭാരതത്തിൽ എവിടെയാണ്? ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ആരും പറയാത്ത ചില, അല്ലെ പറയാൻ ധൈര്യമില്ലാത്ത, പറഞ്ഞാൽ വിവാദമാകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ അടുത്ത തലമുറയെ, കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കണം. ഞാനൊരു ക്യാമ്പിന് പോയി 2017. അവിടെ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബമായി. ഭാരതത്തിൽ അവർ ഭാരതത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞവരാണ്. ഒരുപക്ഷെ ക്ഷണിച്ച സംഘടനയുടെ മഹത്വം അറിഞ്ഞതുകൊണ്ടായിരിക്കാം അവർ ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഞാൻ അവരോട് സംസാരിച്ചു, തുറന്ന് സംസാരിച്ചു. എനിക്കൊരു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ തലമുറയിൽ നേതാജിയുടെ പിന്മുറക്കാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഭാരതത്തിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ജന്മനാട്ടിൽ ഇരുന്നോളാന്നാ പറഞ്ഞേ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇത് ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് പറയേണ്ടത്? ഈ അവസരത്തിലല്ലാതെ നമ്മൾ ഇത് എപ്പോഴാണ് ഓർമ്മിപ്പിക്കേണ്ടത്? അത്തരത്തിലൊരു എഗ്രിമെന്റിൽ താഴെ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ഒപ്പുവെച്ച് ലഭിച്ച സ്വാതന്ത്ര്യം പൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടുത്ത തലമുറയാണ് നിങ്ങൾ, ചിന്തിക്കുക. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു എന്താ പറയാ, രസകരമായി പറയാറുണ്ട്, INA അദ്ദേഹം ഇങ്ങനെ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ സജീവമായി പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി, അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന് ഒരു ലവ് ലെറ്റർ കൊണ്ട് കൊടുത്തു. ഒരു പ്രേമലേഖനം. ചിരി വരുന്നല്ലേ? ഒരു പ്രേമലേഖനം കൊണ്ട് കൊടുത്തു. പ്രായം 10-15 വയസ്സ് പ്രായമുള്ള നമുക്ക് എല്ലാവർക്കും തോന്നുന്ന തരത്തിൽ ഒരു വൈകാരികത എന്ന് കണക്കൂട്ടിയാൽ മതി. പ്രായത്തിൻ്റെതായ ഒരു വൈകാരികത. അങ്ങനെ ഒരു ലവ് ലെറ്റർ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ആ കത്ത് എടുത്ത് വായിച്ചിട്ട് അതിന് മറുപടി കൊടുത്തു. ലവ് ലെറ്ററിന് മറുപടി കൊടുത്തു. ആ മറുപടി വായിച്ച ആ പെൺകുട്ടി അടുത്ത നിമിഷം രണ്ടാമൊന്നും ആലോചിക്കാതെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി. അറിയാമോ നിങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നറിയാമോ? നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ്. നീ ഇപ്പൊ നമ്മുടെ മുന്നിൽ വളരെ വലിയൊരു ലക്ഷ്യമാണ്. നീ ആദ്യം ഈ ഭാരതത്തെ സ്നേഹിക്കുക. അതിനായി ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എനിക്കൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരുക. അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവരാലോചിച്ചു, ഞാൻ എത്ര വികലമായിട്ടാണ് ചിന്തിച്ചത്. എന്നിലേക്ക് മാത്രം ഞാൻ ഒതുങ്ങി. എന്റെ ജീവിതം നല്ല കാര്യശേഷിയുള്ള, കർമ്മശേഷിയുള്ള, സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായി മാത്രം നേതാജിയെ കണ്ടിരുന്ന ആ പെൺകുട്ടി അദ്ദേഹത്തെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിച്ച് INA ഭാഗമായി. ആ പെൺകുട്ടിയുടെ പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അദ്ദേഹത്തിനൊപ്പം ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? INA പരേഡ് നിരീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഒരു പെൺകുട്ടി നടന്നു വരുന്ന ചിത്രമൊക്കെ നമുക്കിനിപ്പോ കാണാം. നമ്മൾ അത് അറിയണം. അപ്പോ കേവലം ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ചില ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെ ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു ലേഖനം കൊണ്ട് ഒക്കെ പ്രചോദിപ്പിച്ച നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലകൻ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല ചെയ്ത് അവിടുത്തെ മണ്ണിനോട് രക്തം ചേർന്ന് കിടക്കുന്ന ധീര ദേശാഭിമാനികൾ, അവരെ കാണാതെ ഈ പ്രായത്തിൽ നീ ഇങ്ങനെ അലസനായി നടക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു. 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. അവൻ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു.
അവൻ അന്നൊരു ശപഥമെടുത്തു. ഈ ജാലിയൻ വാലാബാഗിലെ മണ്ണെടുത്തുകൊണ്ട്, രക്തം പുരണ്ട മണ്ണെടുത്തുകൊണ്ട് അത് താൻ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പിൽ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച് അവനൊരു ശപഥമെടുത്തു. ഇതിന് കാരണക്കാരനായ ജനറൽ ഒഡെയർ എവിടെയായാലും എത്ര കാലമെടുത്താലും അവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. അദ്ദേഹം സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ നിങ്ങൾ അറിയണം, മംഗൽ പാണ്ഡെ അറിയണം, രാജ്ഗുരുവിനെ അറിയണം, ഭഗത് സിംഗിനെ അറിയണം. പറയാതെ പോയ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ഒരു പഠനം നടത്തണം. പറഞ്ഞവർക്ക് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു, അവരത് സാധിക്കുകയും ചെയ്തു. മഹാത്മജി പറഞ്ഞു, സ്വാതന്ത്ര്യ സമരദാഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ പിരിച്ചുവിടണം. കാര്യം, അധികാരത്തിന്റെ വടംവലി ഇതിൽ എനിക്ക് കാണാൻ കഴിയുന്നു. ഇതേ ഗാന്ധിജി തന്നെ പറഞ്ഞു, എന്നെ വെട്ടിമുറിക്കാതെ നിങ്ങൾക്ക് ഭാരതത്തെ വെട്ടിമുറിക്കാൻ കഴിയില്ല. സ്വതന്ത്ര ഭാരതം എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം അദ്ദേഹം പറഞ്ഞു, രാമരാജ്യമായിരിക്കണം. അത് കേവലം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമൻ വിഭാവനം ചെയ്ത രാജ്യം എന്നുള്ള മാത്രം അർത്ഥത്തിലല്ല, ക്ഷേമരാഷ്ട്രം എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. ആരും കഷ്ടത അനുഭവിക്കുന്നവൻ ഉണ്ടാകാൻ പാടില്ല. ഗ്രാമപ്രദേശങ്ങൾ സമ്പന്നമാവണം. ചെറുകിട തൊഴിൽ വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങണം. എല്ലാം വിദേശി കൊണ്ടുവരുന്നതിനെ കാത്തിരിക്കുന്ന രീതി മാറണം. സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയണം. സ്വഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. ഭൂഷയ്ക്ക് പ്രാധാന്യം നൽകണം. വസ്ത്രം, ഭാഷണം ശുദ്ധമാകണം. ഭക്ഷണം ശുദ്ധമാവണം. ഇതൊക്കെ തദ്ദേശീയമാവണം. അപ്പോഴേ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നു. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് മുതൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1920 പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞുള്ള ആവശ്യം ആദ്യമായി കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വരുന്ന സമയത്ത് അതിന് അംഗീകാരം കിട്ടിയില്ല. പൂർണ്ണ സ്വരാജ് ഒന്നും നമുക്ക് വേണ്ട, പരിപൂർണമായ സ്വാതന്ത്ര്യം എന്ന് മാത്രമാണ് അർത്ഥം. അതൊന്നും വേണ്ട, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയാൽ മതി നമുക്ക്. എന്തിനാണ് അങ്ങനെ? അതിനു എതിരെ പോലും വിമർശനം ഉണ്ടായി അവിടെ. 1923 എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്കണം, 1923 വന്ദേ മാതരത്തെ മുറിക്കണം എന്നാവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. ഇന്ന് കാണുന്ന കോൺഗ്രസ് അല്ല കേട്ടോ, ഞാൻ അതിനെ അങ്ങനെയല്ല, രാഷ്ട്രീയ മാനങ്ങൾ അതിനെ നിങ്ങൾ കാണുകയേ വേണ്ട. സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി മനുഷ്യൻ ഒരുമിച്ച് നിന്ന പ്രസ്ഥാനത്തിന്റെ ഒരേ ഒരു പേരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൽ ആവശ്യമുയർന്നു, വന്ദേ മാതരത്തെ മുറിക്കണം. വന്ദേ മാതരം എന്നിപ്പോ ടീച്ചർ ചൊല്ലി. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് ടീച്ചറിനോടുള്ള അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടാവണമെന്ന് ചിന്തിച്ചാണ് വന്നത്. ആവേശത്തിൽ അല്പം താമസിച്ചു പോയി, ക്ഷമിക്കണം. അതിമനോഹരമായി ടീച്ചർ നമ്മുടെ മുന്നിൽ വന്ദേ മാതരം ചൊല്ലി. വന്ദേ മാതരം പൂർണ്ണമായി കേട്ടിരുന്നാൽ കണ്ണു നിറയാത്തവരായിട്ട് ആരുമില്ല. ഈ ഗീതത്തെയാണ് വെട്ടിമുറിച്ചു മാറ്റിയത്. രാഷ്ട്രത്തെ വെട്ടിമുറിച്ചത് പറഞ്ഞല്ലേ ഞാൻ തുടങ്ങിയത്. വന്ദേ മാതരത്തെ വെട്ടിമുറിച്ച കാര്യമാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ കാരണമായത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു വന്ദേ മാതരത്തെ വെട്ടിമുറിച്ചത് കൊണ്ട് തന്നെയാണ്. വന്ദേ മാതരത്തെ മുറിച്ചതിന്റെ കാരണവും നമ്മുടെ രാഷ്ട്രത്തെ മുറിച്ചതിന്റെ കാരണവും ഒന്നു തന്നെയാണ്, മതം. മതം അനുവദിക്കുന്നില്ല ഇത് ചൊല്ലാൻ ഞങ്ങളെ എന്ന് മുസ്ലിം ലീഗിന്റെ ചുമതലപ്പെട്ടവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു സാധിക്കില്ലെന്ന് പറഞ്ഞു. 1923 മുറിക്കാൻ സാധിച്ചില്ല. ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞു ഒരു കാരണവശാലും വന്ദേ മാതരത്തെ മുറിച്ചു മാറ്റിയ വന്ദേ മാതരം ചൊല്ലാൻ സാധിക്കില്ല. വന്ദേ മാതരം ആദ്യമായി പാടിയത് ആരാണെന്നറിയാമോ? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത്. അതും കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ തന്നെയാണ്, കൽക്കട്ടയിൽ. 1875 വന്ദേ മാതരം എഴുതിയതിന്റെ 151ാമത് വാർഷികമാണ്. കേരളത്തിൽ, അതുകൂടി പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല, കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നും വന്ദേ മാതരം പാടേണ്ടതില്ല എന്ന് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ അതിന്റെ സർക്കുലർ വന്നു കഴിഞ്ഞു. ദേശീയ ഗാനം ചൊല്ലിയാൽ മതി. ഭാരതം ദേശീയ ഗാനത്തിന് തുല്യമായി ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് പ്രയോറിറ്റി നൽകി. ഒരു കേസ് കൊടുത്തു തമിഴ്നാട് ഗവൺമെന്റിനോട്. അവിടുത്തെ ഹൈക്കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞു, ആദ്യം വന്ദേ മാതരം പാടിയതിനു ശേഷം നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗീതമുണ്ട്, തമിഴ് തായ്മൊഴിയാണത്. അവരതിനെ സ്വന്തം അമ്മയെ പോലെ കാണുന്നതാണ്. നമുക്കതിനെല്ലാം അങ്ങേറ്റം ബഹുമാനവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷെ വന്ദേ മാതരത്തിന് ശേഷം മതിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവിടെ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ പറഞ്ഞു
വന്ദേമാതരം പാടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 1923 അത് വേണ്ട, അതിനെ മുറിക്കണം എന്ന് പറഞ്ഞ സമയത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞവരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ടായി. നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഇത് മുസ്ലിങ്ങളുടെ മുഴുവൻ ആവശ്യമൊന്നുമല്ല. നിങ്ങളാണ് അടുത്ത തലമുറ മനസ്സിലാക്കേണ്ടവർ. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെല്ലാരും കൂടി വന്ദേമാതരത്തെ മുറിക്കണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. 1923 കോൺഗ്രസ് സമ്മേളനത്തിൽ ടാഗോർ വന്ദേമാതരം പാടുമ്പോൾ ഒരാൾ അവിടെ എഴുന്നേറ്റ് പോയി. അദ്ദേഹത്തിന് ഇത് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഗീതം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയാവോ? മൗലാന മുഹമ്മദ് അലി. എന്നാൽ മൗലാന അബുൽ കലാം ആസാദ് അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അത് മതം പറഞ്ഞിട്ടാണോ? മൗലാന അബുൽ കലാം ആസാദ് ഒരു ട്രൂ പാട്രിയറ്റ് ആയിരുന്നു. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഖുറാനിൽ പരാമർശിക്കുന്ന ഭക്തി, ദേശസ്നേഹം, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കവിത ഞാൻ കണ്ടത് അത് വന്ദേമാതരത്തിൽ മാത്രമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതിന് മുസ്ലിം മതവിഭാഗത്തിന്റെ ആവശ്യമൊന്നും അല്ലായിരുന്നു. പക്ഷെ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. 1905 ബംഗാളിനെ ബ്രിട്ടീഷുകാരൻ മുറിച്ചു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 1905. പക്ഷേ ആ ബില്ല് പാസ്സായില്ല. അവിടെ മുസ്ലിമും ഹിന്ദുവും സിഖുകാരും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗംഗാ നദിയിൽ കുളിച്ചു തോർത്തി അവരൊരു പ്രതിജ്ഞയെടുത്തു, എന്റെ രാഷ്ട്രത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുറിക്കാൻ കഴിയില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരൻ ബംഗാൾ വിഭജനം പിൻവലിച്ചു. ബംഗാളിനെ വിഭജിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ പല പണികളും ഇങ്ങനെ നോക്കി ബ്രിട്ടീഷുകാരൻ മാത്രമല്ല, നമ്മളെ മുറിച്ചു മാറ്റാൻ മതവും ജാതിയും വർണ്ണവും വർഗവും ഭാഷയും ഒക്കെയായി തരം തിരിക്കാനുള്ള കഠിനമായ പരിശ്രമം ഭാരതത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിന്നും തുടരുന്നു.